കലയുടെ പെരുമ വിളംബരം ചെയ്ത് കലോത്സവത്തിന് വേദിയുണർന്നു. മാഹി കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ 2026 വർഷത്തെ ഫൈൻ ആർട്സ് മത്സരങ്ങളിലെ ഓൺലൈൻ സ്റ്റേജ് മത്സരങ്ങൾക്ക് തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 30-ലധികം ഇനങ്ങളിലാണ് വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്നത്. എന്റെ മോളെ കാണാനില്ല, എന്തെങ്കിലും ചെയ്യണം. കുറെ നേരമായിട്ട് അവളെ കാണാനില്ല. രാവിലെ തന്നെ വന്നോളും. മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ തന്നെ രാവിലെ ബുദ്ധിമുട്ടിക്കണോ? സാറേ, ബുദ്ധിമുട്ടിക്കുന്നല്ല സാറേ, എന്റെ മോളെ കാണാനില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബി.എഡ് കോളേജാണ് മാഹി കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. കേരളത്തിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളാണ് ഇവിടെ ബി.എഡ് പഠനത്തിനായി എത്തുന്നത്. സാധാരണ കേരള യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾ പോലെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളൊന്നും നടത്താറില്ലാത്തത് കാരണം കോളേജ് തലത്തിൽ തന്നെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കലയുടെ സംഗമം എന്ന അർത്ഥം വരുന്ന കലയിമ എന്ന് പേരിട്ടിരിക്കുന്ന കലോത്സവത്തിൽ വളരെ ആവേശത്തോടെയാണ് മത്സരങ്ങൾ മുന്നേറുന്നത്. സംഗീത സാന്ദ്രമായ മോഹനം, ഹിന്ദോളം, ആംബേരി, കല്യാണി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന 4 വേദികളിലായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കലോത്സവങ്ങൾ വിദ്യാർത്ഥികളുടെ പഠനഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ ശ്രീലത അഭിപ്രായപ്പെട്ടു. മാഹി കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിക്ക് താഴെയുള്ള ബി.എഡ് കോളേജാണ്. നമുക്ക് കേരളത്തിലൊക്കെ കണ്ടുവരുന്ന കലോത്സവങ്ങൾ പോലെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് കലോത്സവങ്ങളൊന്നും നടത്താറില്ല യൂണിവേഴ്സിറ്റി ലെവലിൽ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കോളേജ് തലത്തിൽ നടത്തുന്ന ഒരു കലോത്സവമായിട്ട് നമുക്കിതിനെ പറയാം. ഞങ്ങൾ കഴിഞ്ഞ 1 മാസമായിട്ട് ഓഫ് സ്റ്റേജ് ഐറ്റംസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ പങ്കാളിത്തം വളരെ ഗംഭീരമായിട്ട്, എസ്പെഷ്യലി കേരളത്തിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെയുള്ള കുട്ടികളൊക്കെ. അപ്പൊ വളരെ ഭംഗിയായിട്ടുള്ള പങ്കാളിത്തം കാരണമാണ് നമ്മൾ ഓൺ സ്റ്റേജും കൂടി അതുപോലെ നടത്താമെന്ന് വിചാരിച്ചത്. അപ്പൊ ഇന്ന് 14-ാം തീയതി മുതൽ 16-ാം തീയതി ശനിയാഴ്ച വരെ വളരെ ഗംഭീരമായിട്ട് 4 സ്റ്റേജുകളിലായിട്ട് ഉള്ള സ്റ്റേജ് ഐറ്റംസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ കാണുന്ന കഥകളി സംഗീതം മുതൽ ക്ലാസിക്കൽ ഡാൻസ്, ലൈറ്റ് മ്യൂസിക്, വട്ടപ്പാട്ട്, മാർഗംകളി, ബാക്കി സാധാരണ കാണുന്ന ഭരതനാട്യം, മോഹിനിയാട്ടം മുതൽ എല്ലാ കവിതകള്, അങ്ങനെ എല്ലാ പരിപാടികളും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് ബി.എഡ് കോളേജ് ആയതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് വളരെ കുറവാണ്. ഒരു 200 കുട്ടികളാണ് ഉള്ളത്. പക്ഷെ 200 കുട്ടികളും പങ്കെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. പലർക്കും ഇത് കഴിഞ്ഞാൽ പിന്നെ കോളേജ് ലൈഫ് ഒന്നും ഇല്ല. അതുകൊണ്ട് മറ്റെവിടെയും കാണാൻ സാധിക്കാത്ത തരം ബി.എഡ് കോളേജിൽ ഒരു വലിയൊരു ആഘോഷമായിട്ട് ഓണവും വിഷുവും ദീപാവലിയും ക്രിസ്മസും ഒക്കെ ഒരുമിച്ച് ആഘോഷിക്കുന്ന പോലത്തെ കലാപരിപാടികളാണ് ഞങ്ങളിവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ട് എല്ലാവരും അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷ വരികയാണ്. അതുകൊണ്ട് നമ്മൾ പരീക്ഷയോടനുബന്ധിച്ച് അതിന് തൊട്ട് മുന്നേ പോർഷനൊക്കെ തീരുന്ന സമയത്താണ് ഇത് നടത്താറുള്ളത് നമ്മളെ കോളേജിൽ. അത് കുട്ടികൾക്ക് വളരെ എനർജറ്റിക് ആയിട്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പോലും സഹായിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2 ഇയേഴ്സ് ആയിട്ട് ഈ 2 ഇയർ ബി.എഡിന്റെ ഭാഗമായിട്ട് പഠനത്തോടൊപ്പം തന്നെ കൊണ്ടുപോകുന്നതാണ്. നമ്മളെ കോളേജ് എന്ന് പറയുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിക്ക് താഴെയുള്ള 100% വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഏക സ്ഥാപനമാണ്. അപ്പൊ തന്നെ നമ്മൾ പഠനത്തിനും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. റാങ്കുകൾ വാങ്ങാറുണ്ട്. ഡിസ്റ്റിങ്ഷൻ ഒക്കെ 80% കുട്ടികൾ ഡിസ്റ്റിങ്ഷൻ ഒക്കെ വാങ്ങുന്ന കോളേജാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പഠനത്തിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് പഠനത്തിനിടയിലും നടത്തിക്കൊണ്ടുവരുന്നതാണ്. അപ്പൊ പഠനത്തോടൊപ്പം തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ ഇത് കാണുന്നതും ഇതിനെ ഇത്ര ഭംഗിയായിട്ട് വിപുലമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നത്. നമ്മൾ പുറത്തുനിന്നുള്ള ജഡ്ജസ് ഒക്കെയാണ് വരിക എല്ലാ കലാപരിപാടികളിലും. എന്നിട്ട് പിന്നെ നമ്മൾ എല്ലാവിധ സമ്മാനങ്ങളും കലാതിലകം മുതൽ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കാറുമുണ്ട് കുട്ടികൾക്ക്.